വെളുപ്പിനെ 4 മണിക്ക് തന്നെ ഉണരുന്ന ഒരു പതിവ് രാധികക്കുണ്ടായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ കൈകളിൽ പ്രായത്തിന്റേതായ യാതൊരുവിധ കോമളതവും ഉണ്ടായിരുന്നില്ല. പകരം അധ്വാനത്തിന്റെ തഴമ്പുകളായിരുന്നു ആ കൈകളിൽ ഉടനീളം കാണാൻ കഴിഞ്ഞിരുന്നത്. അവൾ തന്റെ പഴയ കൊട്ട വൃത്തിയാക്കി തലേദിവസം രാത്രിയിൽ തന്നെ പറിച്ചു വെച്ചിരുന്ന തുമ്പപ്പൂവും മുല്ലപ്പൂവും റോസാപ്പൂക്കളും എല്ലാം വളരെ ഭംഗിയായി അതിലേക്ക് അടുക്കി വെക്കുകയായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികളുടെ കണ്ണുകളിൽ കാണുന്ന വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ കുസൃതികളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അതിനു പകരം കഠിനമായ ജീവിത സാഹചര്യങ്ങൾ അവളുടെ മേൽ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഭാരവും പേരിയുള്ള ഒരു നിസ്സഹായത മാത്രമായിരുന്നു ആ കണ്ണുകളിൽ എപ്പോഴും നിഴലിച്ചു നിന്നിരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവളുടെ അമ്മ രോഗബാധിതയായി ആ ചെറിയ കുടിലിന്റെ ഒരു മൂലയിൽ കിടപ്പിലാണ്. എഴുന്നേറ്റ് നടക്കാനോ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ആരോഗ്യം ആ അമ്മക്കില്ലായിരുന്നു. അമ്മക്ക് കൃത്യസമയത്ത് കഴിക്കാനുള്ള മരുന്നുകൾ വാങ്ങണമെങ്കിലും രാത്രിയിൽ തങ്ങൾക്ക് രണ്ടുപേർക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്തണമെങ്കിലും രാധികക്ക് ദിവസവും നഗരത്തിൽ പോയി ഈ കൊട്ടയിലെ പൂക്കൾ വിറ്റേ തീരൂ. ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ അവളെ വളരെ നേരത്തെ തന്നെ പ്രായത്തേക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയിരുന്നു. സ്വന്തം ചെറുപ്പകാലം എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി, എങ്കിലും ആരോടും ഒരു പൈസ പോലും കൈനീട്ടി ചോദിക്കാതെ സ്വന്തം നെറ്റിയിലെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ജീവിക്കുന്നതിലായിരുന്നു അവൾ എപ്പോഴും അഭിമാനം കണ്ടെത്തിയിരുന്നത്. അഭിമാനമുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു രാധിക. ഓരോ ദിവസവും രാവിലെ ദൂരെയുള്ള തോട്ടങ്ങളിൽ നിന്നും പാടങ്ങളിൽ നിന്നും ആളുകളുടെ കണ്ണ് വെട്ടിച്ചും അനുവാദം വാങ്ങിയും അവൾ പൂക്കൾ ശേഖരിക്കും. അതിനുശേഷം അവയെ മനോഹരമായ ചെറുചെണ്ടുകളായും മാലകളായും മാറ്റി കിലോമീറ്ററുകളോളം നഗ്നപാതിയായി നടന്ന് അവൾ നഗരത്തിലേക്ക് യാത്ര തിരിക്കും. നഗരത്തിലെ ഏറ്റവും വലിയൊരു ആഡംബര ഹോട്ടലിന് മുന്നിൽ നിന്നായിരുന്നു അവൾ സാധാരണയായി തന്റെ പൂക്കൾ വിറ്റിരുന്നത്. വലിയ കാറുകളിൽ വന്നിറങ്ങുന്ന ധനികരായ ആളുകൾ അവളുടെ പൂക്കൾ വാങ്ങുമെങ്കിലും അവളുടെ ദാരുണമായ ദാരിദ്ര്യത്തെയും കീറിയ സാരിയെയും പൊട്ടിയ പഴയ ചെരുപ്പിനെയും നോക്കി ഒളിഞ്ഞും തെളിഞ്ഞും പരിഹസിക്കാൻ അവർ ഒട്ടും മടിക്കാറില്ലായിരുന്നു. ചിലരൊക്കെ പൂക്കൾ വാങ്ങിയിട്ട് ബാക്കി പൈസ തരാതെ അവളെ പറ്റിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച കുറച്ച് പെൺകുട്ടികൾ വന്ന് രാധികയുടെ വസ്ത്രധാരണത്തെയും രൂപത്തെയും നോക്കി പരസ്യമായി പരിഹസിച്ച് ചിരിച്ചപ്പോഴും അവൾ തന്റെ തല കുനിച്ച് നിശബ്ദയായി നിൽക്കുകയാണ് ചെയ്തത്. കാരണം ദാരിദ്ര്യത്തിനുള്ള മറുപടി വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് തന്റെ അധ്വാനം കൊണ്ടാണ് നൽകേണ്ടതെന്ന് അവൾ ദൃഢമായി വിശ്വസിച്ചിരുന്നു. അന്നത്തെ പകൽ മുഴുവൻ കത്തുന്ന വെയിലിൽ അധ്വാനിച്ച് തീർത്തപ്പോൾ രാധിക തന്റെ പകുതി ഒഴിഞ്ഞ കൊട്ടയുമായി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. എന്നാൽ അവൾ നഗരത്തിന്റെ അതിർത്തി വിടുന്നതിനു മുമ്പ് തന്നെ പെട്ടെന്നാണ് ആകാശത്ത് കറുത്ത ഇരുണ്ട മേഘങ്ങൾ ഇരുണ്ടുകൂടിയത്. നിമിഷങ്ങൾക്കകം തണുത്ത കാറ്റും കനത്ത കരിനിഴലും ആ പ്രദേശത്താകെ മൂടി. തൊട്ടു പിന്നാലെ അതിശക്തമായ തോതിൽ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മഴയുടെ ശക്തി എത്രത്തോളം എന്നാൽ മുന്നോട്ടുള്ള വഴി പോലും വ്യക്തമായി കാണാൻ കഴിയാത്ത അത്രയും ഭീകരമായ അവസ്ഥയായിരുന്നു അവിടെ രൂപപ്പെട്ടത്. നഗരത്തിലെ തിരക്കേറിയ റോഡുകൾ പെട്ടെന്ന് തന്നെ വിജനമായി മാറി. ആളുകളെല്ലാം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി ഒളിച്ചു. എങ്കിലും തന്റെ തകർന്ന കുടിലിൽ ഒറ്റക്ക് കിടക്കുന്ന രോഗിയായ അമ്മയെ ഓർത്ത് രാധിക മഴയെ പൂർണ്ണമായും അവഗണിച്ച് തന്റെ കയ്യിലുള്ള പൂക്കുട നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേഗത്തിൽ മുന്നോട്ട് നടന്നു. നനഞ്ഞു കുതിർന്ന ആ റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് റോഡരികിലെ ഇരുണ്ട കാട്ടുചെടികൾക്കിടയിൽ എന്തോ ഒരു വലിയ അസ്വാഭാവികത അവൾ ശ്രദ്ധിച്ചത്. കനത്ത ഇരുട്ടിലും കൺമുന്നിൽ പെയ്യുന്ന കനത്ത മഴയിലും അവൾ ആ കാഴ്ചയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു മനുഷ്യ ശരീരം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് അവളുടെ കാൽപാദങ്ങൾ പെട്ടെന്ന് അവിടെ തന്നെ നിശ്ചലമായി പോയി. ഭയവും പരിഭ്രാന്തിയും അവളെ ഒരേ സമയം പിടികൂടി. അവളുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. ആ വിജനമായ പാതയിൽ കനത്ത മഴയുടെ ശബ്ദം മാത്രമാണ് കേൾക്കാനുണ്ടായിരുന്നത്. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവൾ ചുറ്റും നോക്കി. സഹായത്തിനായി വിളിക്കാൻ ഒരു കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല. റോഡരികിലെ ആ ഇരുണ്ട കുറ്റിക്കാട്ടിലേക്ക് നോക്കാൻ തന്നെ അവൾക്ക് ഭയം തോന്നി. എങ്കിലും ഉള്ളിൽ ഒളിഞ്ഞു നിന്ന കാരുണ്യം അവളെ മുന്നോട്ട് നയിച്ചു. അവൾ തന്റെ കയ്യിലിരുന്ന കൊട്ട റോഡരികിൽ പതുക്കെ വെച്ചിട്ട് നനഞ്ഞു കുതിർന്ന മണ്ണിലൂടെ ആ രൂപത്തിനടുത്തേക്ക് പിച്ചവെച്ച് നടന്നു. അവിടെ ഒരു മനുഷ്യൻ ചോരയിൽ കുളിച്ച നിലയിൽ മലർന്നു കിടക്കുകയാണ്. അയാളുടെ നെറ്റിയിൽ നിന്നും തലയിൽ നിന്നും കഠിനമായ തോതിൽ ചോര ഒലിച്ചിറങ്ങി. മുഖമാകെ വികൃതമാക്കിയിരുന്നു. വസ്ത്രങ്ങൾ പലയിടത്തും കീറി പറഞ്ഞിരുന്നു. ശ്വാസമെടുക്കാൻ പോലും അയാൾ കഠിനമായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. തന്റെ 22 വർഷത്തെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും ഭയാനകമായ ഒരു കാഴ്ച രാധിക നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയം കാരണം അവളുടെ കാൽമുട്ടുകൾ വിറക്കാൻ തുടങ്ങി. അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് ആദ്യത്തെ നിമിഷം അവൾക്ക് തോന്നിയത്. കാരണം എന്തെങ്കിലും വലിയ ഗുണ്ടാ സംഘങ്ങളുടെയോ അപകടങ്ങളുടെയോ ഭാഗമായിരിക്കും ഇതെന്നും അതിൽ ചെന്ന് ചാടിയാൽ തന്റെ ജീവിതം തകരുമെന്നും അവൾ ഭയന്നു. എന്തെങ്കിലും തരത്തിലുള്ള പോലീസ്
പോലീസ് കേസിലോ മറ്റു പ്രശ്നങ്ങളിലോ ചെന്ന് ചാടിയാൽ തനിക്കും രോഗിയായ അമ്മക്കും ആരുമില്ലെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്നു. ഈ കനത്ത മഴയത്ത് വിജനമായ ഈ റോട്ടിൽ ഇയാളെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ കഠിനമായ രക്തസ്രാവം കാരണം ഇയാൾ മരിച്ചു പോകുമെന്ന് അവൾക്കുറപ്പാണ്. മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു ജീവനെ കൺമുന്നിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് വെച്ച് പോകുന്നത് മഹാപാപമാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ ഒടുവിൽ അവൾ അയാളെ സഹായിക്കാൻ തന്നെ ദൃഢമായി തീരുമാനിച്ചു. അവൾ ചോരയും ചെളിയും നിറഞ്ഞ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് വിറക്കുന്ന കൈകളോടെ അയാളുടെ മുഖം പതുക്കെ ഉയർത്തി നോക്കി. വളരെ സുന്ദരനായ വേഷവിധാനം കൊണ്ടും കയ്യിൽ കിടക്കുന്ന വില കൂടിയ ഘടികാരം കൊണ്ടും ഏതെങ്കിലും വലിയ ധനിക കുടുംബത്തിലെ അംഗമാണെന്ന് തോന്നിക്കുന്ന ഒരു യുവാവായിരുന്നു അത്. എന്നാൽ ആ സമയത്ത് അയാളുടെ പണമോ പദവിയോ ജാതിയോ ഒന്നും തന്നെ രാധികക്ക് പ്രധാനമായിരുന്നില്ല. മറിച്ച് അവളുടെ കൺമുന്നിൽ പിടയുന്ന ഒരു മനുഷ്യജീവൻ മാത്രമായിരുന്നു പ്രധാനം. മഴ കൂടുതൽ ശക്തമായി കൊണ്ടിരുന്നു. വണ്ടികളോ ആളുകളോ ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നില്ല. സഹായത്തിനായി ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. രാധിക തന്റെ മെലിഞ്ഞ ശരീരത്തിലെ മുഴുവൻ ശക്തിയും സംഭരിച്ച് ആ യുവാവിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. തന്റെ ശരീരത്തെക്കാൾ എത്രയോ ഇരട്ടി ഭാരമുള്ള ആ മനുഷ്യനെ ചുമലിലേറ്റി പതുക്കെ നടക്കുക എന്നത് അവൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ധൈര്യത്തോടെ അവൾ അയാളുടെ ഒരു കൈ തന്റെ തോളിലേക്ക് വലിച്ചിട്ട് അരക്കെട്ടിൽ മുറുകെ പിടിച്ച് തന്റെ കുടിലിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. ചെളി നിറഞ്ഞ വഴിയിൽ പലതവണ അവളുടെ കാൽ വഴുതി. പലതവണ അവൾ ആ ഭാരവും പേരി നിലത്തേക്ക് വീഴാൻ പോയി. അവളുടെ കാൽമുട്ടുകൾ മുറിഞ്ഞു. ശരീരം മുഴുവൻ മഴവെള്ളത്തിൽ കുതിർന്നു. എങ്കിലും അവൾ പിടിവിട്ടില്ല. താൻ ഒരൽപ്പം വൈകിയാൽ ഈ മനുഷ്യന്റെ ശ്വാസം എന്നേക്കുമായി നിലച്ചു പോകുമെന്ന ഭയം മാത്രമായിരുന്നു അവളെ മുന്നോട്ട് നയിച്ചത്. പ്രയത്നത്തിനൊടുവിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം ചെളിയിലും മഴയത്തും തപ്പിത്തടഞ്ഞ് അവൾ ആ യുവാവിനെ തന്റെ ചെറിയ കുടിലിന്റെ വാതിൽക്കൽ എത്തിച്ചു. വാതിലിൽ മുട്ടുകേട്ട് അമ്മ പതുക്കെ വന്ന് കതക് തുറന്നു. മകൾ ഒരു അന്യപുരുഷനെ ചോരയിൽ ഒലിപ്പിച്ച് താങ്ങിക്കൊണ്ട് വരുന്നത് കണ്ട് അമ്മ ഭയന്നു പോയി. മോളെ, ഇതാരാണ്? എന്തുപറ്റി ഇയാൾക്ക് എന്നമ്മ പരിഭ്രാന്തിയോടെ ചോദിച്ചു. അപ്പോൾ കിതച്ചുകൊണ്ട് രാധിക പറഞ്ഞു, അമ്മേ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമല്ല. ഇയാളുടെ ചോര പോകുന്നുണ്ട്. ഇയാളുടെ ജീവൻ രക്ഷിക്കാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. മകളുടെ മനസ്സ് കണ്ട് അമ്മയും മറ്റൊന്നും ചോദിച്ചില്ല. രണ്ടുപേരും ചേർന്ന് ആ യുവാവിനെ തങ്ങളുടെ കുടിലിലെ ഏക ആശ്രയമായ ആ പഴയ ചെറിയ കട്ടിലേക്ക് പതുക്കെ കിടത്തി. രാധികയും അമ്മയും ചേർന്ന് ആ യുവാവിന്റെ ശരീരത്തിലെ ചോരയും ചെളിയും പതുക്കെ തുടച്ചു മാറ്റി. ആ ചെറിയ കുടിലിന്റെ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം പലയിടത്തായി ചോർന്നൊലിക്കുന്നുണ്ടായിരുന്നു. മൺവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവർ അയാളുടെ മുറിവുകൾ ഓരോന്നായി പരിശോധിച്ചു. തലയിലേറ്റ ആഘാതമായിരുന്നു ഏറ്റവും ഗുരുതരം. അവിടെ നിന്നും രക്തം പൂർണ്ണമായും നിലച്ചിരുന്നില്ല. രാധിക ഒട്ടും സമയം കളയാതെ അടുക്കളയിൽ ചെന്ന് പച്ചമഞ്ഞളും വേപ്പിലയും അരച്ചെടുത്ത് കൊണ്ടുവന്നു. അവളുടെ ഗ്രാമത്തിൽ മുറിവുകൾ ഉണക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഔഷധമായിരുന്നു അത്. അവൾ വളരെ സൂക്ഷ്മതയോടെ ആ മിശ്രിതം അയാളുടെ തലയിലെ വലിയ മുറിവിൽ വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വൃത്തിയുള്ള ഒരു പഴയ തുണി കീറി അതുകൊണ്ട് തലമുറുകെ കെട്ടിവെച്ചു. അമ്മക്ക് കഴിക്കാൻ ഡോക്ടർ തന്നിരുന്ന മരുന്നുകളിൽ വേദന മാറാനുള്ള ഒരു ഗുളിക ബാക്കിയുണ്ടായിരുന്നു. രാധിക ആ ഗുളിക പതുക്കെ പൊട്ടിച്ച് വെള്ളത്തിൽ കലക്കി ആ യുവാവിന്റെ വായ തുറന്ന് പതുക്കെ ഇറക്കിക്കൊടുത്തു. അബോധാവസ്ഥയിലായിരുന്നിട്ടും അയാൾ കഠിനമായ വേദന കാരണം ഉറക്കത്തിൽ പോലും പിടയുകയും അസ്വാഭാവികമായി എന്തൊക്കെയോ മന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വലിപ്പമേറിയ ആ ശരീരത്തിൽ അവിടെ ഇവിടെയുമായി ചതവുകളും ഉണ്ടായിരുന്നു. ആ രാത്രി മുഴുവൻ രാധിക ആ കട്ടിലിനരികിൽ കാവലായി ഇരുന്നു. അവളൊരു പാത്രം തണുത്ത വെള്ളവും തുണിയും അടുത്തു വെച്ച് അയാളുടെ നെറ്റിയിൽ മാറി മാറി നനച്ചു വെച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അയാളുടെ ശരീരമാകെ പനി കൊണ്ട് കത്താൻ തുടങ്ങും. ആ സമയത്തെല്ലാം രാധിക ഭയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അയാളെ പരിചരിച്ചു. അവളുടെ കണ്ണുകളിൽ ഉറക്കത്തിന്റെ ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ല. താനീ ചെയ്യുന്നത് തന്റെ ജീവിതത്തെ എത്രത്തോളം മാറ്റാൻ പോകുന്നു എന്ന പാവം പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ കനത്ത മഴ പെയ്ത് തോർന്നു. ജനൽപാളികൾക്കിടയിലൂടെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ആ ചെറിയ മുറിയിലേക്ക് പതിച്ചപ്പോൾ ആ യുവാവ് പതുക്കെ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളിൽ ആശയക്കുഴപ്പവും ഭയവും നിഴലിച്ചിരുന്നു. ചുറ്റുമുള്ള തകർന്ന മൺചുവരുകളും ഓലമേന മേൽക്കൂരയും കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. രാധിക പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഒരൽപ്പം ചൂടുവെള്ളം എടുത്ത് കൊണ്ടുവന്ന് അവന് കുടിക്കാൻ നൽകി. വെള്ളം കുടിച്ചതിനു ശേഷം അവൻ അല്പം ആശ്വാസം തോന്നി. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ വീട്
എവിടെയാണ്? ആരാണ് നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് രാധിക വളരെ സ്നേഹത്തോടെ ചോദിച്ചു. ആ യുവാവ് തന്റെ തലയിൽ കൈവച്ച് വേദനയോടെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ശ്വാസം വേഗത്തിലായി. എന്നാൽ കുറച്ചു സമയത്തെ ശ്രമത്തിനു ശേഷം അവൻ നിരാശയോടെയും ഭയത്തോടെയും രാധികയെ നോക്കി പറഞ്ഞു, എനിക്കെന്റെ പേര് പോലും ഓർമ്മ വരുന്നില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. അവന്റെ ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആഘാതം കാരണം തലച്ചോറിനുണ്ടായ തകരാറായിരുന്നു അതിന് കാരണം. ഇത് കേട്ട രാധികക്ക് അവനോട് വലിയ സഹതാപം തോന്നി. അവൻ തന്റെ ഗ്രാമക്കാരനല്ല എന്ന് വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ അവൾക്ക് ഉറപ്പായിരുന്നു. പിന്നീട് ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. രാധിക തന്റെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയില്ല. അവൾ ദിവസവും രാവിലെ പൂക്കൾ വിൽക്കാൻ നഗരത്തിലേക്ക് പോകും. വൈകുന്നേരം മടങ്ങിയെത്തി ഈ യുവാവിനെ ഒരു ചെറിയ കുട്ടിയെ പോലെ പരിചരിക്കും. പൂക്കൾ വിറ്റ് കിട്ടുന്ന ചെറിയ തുകയിൽ നിന്ന് വലിയൊരു പങ്ക് അവൾ ഇയാൾക്ക് ആവശ്യമായ നല്ല മരുന്നുകൾ വാങ്ങാൻ മാറ്റിവെച്ചു. ഇത് അവളുടെയും രോഗിയായ അമ്മയുടെയും ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി. പല ദിവസങ്ങളിലും അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും വകയുണ്ടായിരുന്നില്ല. എങ്കിലും ആ അന്യന്റെ വിശപ്പ് മാറ്റാൻ അവർ സന്മനസ് കാണിച്ചു. എന്നാൽ ഇതേ സമയം നഗരത്തിലെ വലിയ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത ഇടുത്തി പോലെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമായ മൽഹോത്ര ഗ്രൂപ്പിന്റെ യുവ ഉടമയായ ആര്യൻ മൽഹോത്രയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നു എന്നതായിരുന്നു അത്. അവനെ കണ്ടെത്തുന്നവർക്ക് കോടിക്കണക്കിന് രൂപയായിരുന്നു പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നത്. രാജ്യം മുഴുവൻ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അവനായി വല വിരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പത്രമോ ടിവിയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത ആ ചെറിയ ഗ്രാമത്തിലെ കുടിലിൽ രാധിക ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. താൻ ജീവിതം പണയം വെച്ച് സംരക്ഷിക്കുന്നത് ഒരു സാധാരണക്കാരനെയല്ല, മറിച്ച് തന്റെ ഗ്രാമത്തിനെ മുഴുവൻ വില കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ള ഒരു വൻ കോടീശ്വരനെയാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നന്മ മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ആ ചെറിയ കുടിലിന്റെ ശാന്തതയിൽ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. രാധികയുടെ ആത്മാർത്ഥമായ പരിചരണവും നാട്ടുമരുന്നുകളുടെ ശക്തിയും കാരണം ആര്യന്റെ ശാരീരിക ആരോഗ്യം വളരെ വേഗത്തിൽ മെച്ചപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ അവന് താങ്ങില്ലാതെ കട്ടിലിൽ അല്പം എഴുന്നേറ്റിരിക്കാനും കുടിലിനു പുറത്തു വന്ന് നിൽക്കാനുമുള്ള ശേഷി കൈവന്നിരുന്നു. എങ്കിലും സ്വന്തം ഭൂതകാലം ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവന്റെ തലച്ചോറിൽ കഠിനമായ വേദന അനുഭവപ്പെടുമായിരുന്നു. ആ സമയത്തെല്ലാം രാധിക അവന് വലിയ മാനസിക പിന്തുണ നൽകി. ഓർമ്മകൾ ഒരു പ്രവാഹം പോലെയാണ്, അത് പതുക്കെ തിരിച്ചു വരും, ഒന്നിനെക്കുറിച്ചും ആകുലതപ്പെടേണ്ടതില്ല എന്നവൾ അവനെ എപ്പോഴും ആശ്വസിപ്പിച്ചു. യാതൊരുവിധ സ്വാർത്ഥതയുമില്ലാതെ സ്വന്തം പട്ടിണി പോലും മറന്ന് തന്നെ പരിചരിക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ നന്മ കണ്ട് ആര്യന്റെ ഉള്ളിൽ അവളോട് വലിയ ബഹുമാനവും സ്നേഹവും തോന്നി തുടങ്ങിയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഇരുവരും കുടിലിന് പുറത്തിരുന്ന് അസ്തമയ സൂര്യനെ നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ആര്യൻ വളരെ സങ്കടത്തോടെ തന്റെ കുടുംബത്തെക്കുറിച്ച് ആകുലപ്പെട്ടു. എന്റെ ഭൂതകാലം എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും എവിടെയോ എന്റെ കുടുംബം എന്നെ ഓർത്ത് കരയുന്നുണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്നവൻ പറഞ്ഞപ്പോൾ രാധിക വളരെ ദയയോടെ അവനെ നോക്കി പറഞ്ഞു, അവർ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവർ നിങ്ങളെ തേടി ഉറപ്പായും വരും. അതുകൊണ്ട് ഒട്ടും വിഷമിക്കരുത്. അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആര്യന്റെ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നി. എന്നാൽ അവളുടെ വാക്കുകൾ ഒരു പ്രവചനം പോലെ തൊട്ടടുത്ത ദിവസം തന്നെ സത്യമാകാൻ പോവുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ ശാന്തമായ ഗ്രാമത്തിലേക്ക് അവിശ്വസനീയമായ ചില കാഴ്ചകൾ കടന്നു വന്നു. കറുത്ത കണ്ണാടികളുള്ള തിളങ്ങുന്ന ആഡംബര കാറുകളുടെ വലിയൊരു വ്യൂഹം ഗ്രാമത്തിലെ പൊടി നിറഞ്ഞ വഴിയിലൂടെ കടന്നു വന്നു. ആ വലിയ വണ്ടികൾക്ക് പിന്നാലെ സൈറൺ മുഴക്കിക്കൊണ്ട് നിരവധി പോലീസ് വാഹനങ്ങളും ഉണ്ടായിരുന്നു. ആ ഗ്രാമവാസികൾ തങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വില കൂടിയ കാറുകൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗ്രാമത്തിൽ വലിയൊരു കോലാഹലം തന്നെയുണ്ടായി. ഈ വലിയ മനുഷ്യർ എന്തിനാണ് തങ്ങളുടെ പാവപ്പെട്ട ചേരി പ്രദേശത്തേക്ക് വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കുട്ടികളും മുതിർന്നവരും അടക്കം എല്ലാവരും ആ വണ്ടികൾക്ക് പിന്നാലെ ഓടി. ആ കാറുകൾ കൃത്യമായി വന്നു നിന്നത് രാധികയുടെ തകർന്ന കുടിലിന് മുന്നിലായിരുന്നു. കാറുകളിൽ നിന്ന് കറുത്ത സ്യൂട്ടുകൾ ധരിച്ച ആയുധമേന്തിയ സെക്യൂരിറ്റി ഓഫീസർമാർ പുറത്തിറങ്ങി ആ പ്രദേശം മുഴുവൻ വളഞ്ഞു. അവരുടെ പിന്നാലെ പ്രായമായ എന്നാൽ വലിയ പ്രൗഢിയുള്ള ഒരു ധനികൻ കാറിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദിവസങ്ങളായുള്ള അലച്ചിലിന്റെയും ഉറക്കമില്ലായ്മയുടെയും ഭാവം വ്യക്തമായിരുന്നു. കുടിലിന്റെ വാതിലിൽ രാധികയോടൊപ്പം ഇരിക്കുന്ന ആര്യനെ കണ്ട മാത്രയിൽ ആ പിതാവിന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ഓടിച്ചെന്ന് മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്റെ മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അദ്ദേഹം വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ദിവസങ്ങളായി രാജ്യം മുഴുവൻ നീണ്ടുനിന്ന ആ വലിയ തിരച്ചിൽ ഒടുവിൽ ആ ചെറിയ കുടിലിന് മുന്നിൽ വെച്ച് അവസാനിച്ചിരുന്നു. പെട്ടെന്ന് ഒരുപാട് ആളുകളെ കാണുകയും പിതാവിന്റെ സ്പർശനം ഏൽക്കുകയും ചെയ്തപ്പോൾ ആര്യന്റെ തലച്ചോറിൽ വീണ്ടും കഠിനമായ വേദന എടുത്തു. അവൻ തലക്ക് കൈവച്ച് നിലവിളിക്കാൻ പോയി.
പോയി. എന്നാൽ അടുത്ത നിമിഷം ചില ചിത്രങ്ങൾ മിന്നൽ പോലെ അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു തിരിച്ചറിവിന്റെ തിളക്കം തിരിച്ചെത്തി. ആര്യൻ സർ, നിങ്ങൾക്ക് സുഖമാണോ? ഞങ്ങൾ നിങ്ങളെ എത്ര തിരഞ്ഞു എന്ന് അവരുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ ആര്യൻ തന്റെ ഓർമ്മകൾ പൂർണ്ണമായും തിരികെ കിട്ടുന്നതുപോലെ ചുറ്റും നോക്കി. അവൻ തന്റെ പിതാവിനെ തിരിച്ചറിഞ്ഞു. അച്ഛാ എന്നവൻ വിളിച്ചപ്പോൾ ആ പിതാവിന്റെ മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി. എന്നാൽ ആര്യൻ മൽഹോത്ര എന്ന പേരും അവിടുത്തെ കോലാഹലങ്ങളും കണ്ട രാധികയും അവളുടെ രോഗിയായ അമ്മയും അത്ഭുതത്തോടെയുള്ള വലിയൊരു ഭയത്തോടെയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തറച്ചു നിന്നുപോയി. തങ്ങളുടെ മുന്നിൽ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത് ഒരു സാധാരണക്കാരനല്ല എന്ന സത്യം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആര്യന് തന്റെ ഓർമ്മകൾ പൂർണ്ണമായും തിരികെ ലഭിച്ചതോടെ അപകടം നടന്ന ആ ഭയാനകമായ രാത്രിയെക്കുറിച്ച് അവൻ തന്റെ പിതാവിനോട് വിശദീകരിച്ചു. ബിസിനസ് ശത്രുക്കളായ ചിലർ തന്റെ കാറിനെ പിന്തുടർന്നു വന്നെന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നും അവൻ ഓർത്തെടുത്തു. അപകടത്തിനു ശേഷം പ്രാണരക്ഷാർത്ഥം ഓടിയ ഞാൻ ബോധരഹിതനായ റോഡരികിൽ വീഴുകയായിരുന്നു. അച്ഛാ, കനത്ത മഴയുള്ള ആ രാത്രിയിൽ ഞാൻ ചോരയൊലിപ്പിച്ച് കിടന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോയി. എന്നാൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ രാധികയാണ് എന്നെ താങ്ങി ഈ വീട്ടിലെത്തിച്ചത്. അവളും അവളുടെ അമ്മയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ജീവന് മേൽ എനിക്കുള്ളതിനേക്കാൾ അവകാശം ഈ പാവപ്പെട്ട കുടുംബത്തിനാണ്, ആര്യൻ പറഞ്ഞു. ആര്യന്റെ വാക്കുകൾ കേട്ട പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വളരെ ആദരവോടെ രാധികയുടെയും അമ്മയുടെയും അരികിലേക്ക് ചെന്ന് നന്ദി പറഞ്ഞു. എന്നാൽ ആര്യന്റെ കൂടെ വന്നിറങ്ങിയ ചില ബന്ധുക്കൾ, പ്രത്യേകിച്ച് അവന്റെ അമ്മായി, ആ ചെറിയ വീടിനെയും അവിടുത്തെ ദാരിദ്ര്യത്തെയും വളരെ പുച്ഛത്തോടെയാണ് നോക്കിക്കണ്ടത്. അവരുടെ ആഡംബര വസ്ത്രങ്ങളിൽ അവിടുത്തെ പൊടികൾ ആവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മായി മറ്റുള്ളവർ കേൾക്കാതെ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പരിഹാസത്തോടെ പറഞ്ഞു, ഒരു സാധാരണ പൂക്കാരിക്ക് ഇത്രയും വലിയൊരു കോടീശ്വരനെ എത്രത്തോളം പരിചരിക്കാൻ കഴിയും? ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഇവനെ കാണാത്ത വാർത്തയും വലിയ പ്രതിഫല തുകയും വരുന്നുണ്ടായിരുന്നല്ലോ. മിക്കവാറും ആ പണം മോഹിച്ചു തന്നെയാകാം ഇവൾ ഇവനെ ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്. ധനികരുടെ ആ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ രാധികയുടെ കാതുകളിലും കൃത്യമായി പതിച്ചു. അവളുടെ ഹൃദയം സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. അവൾ ഒന്നും മിണ്ടാതെ തന്റെ തല താഴ്ത്തി പിടിച്ചു നിന്നു. അവൾ ഒരിക്കലും ഒരു പ്രതിഫലമോ പണമോ ആഗ്രഹിച്ചു ചെയ്തതായിരുന്നില്ല അത്. റോഡരികിൽ കിടന്ന് ഒരു മനുഷ്യൻ മരിച്ചു പോകരുതെന്ന ചിന്ത മാത്രമായിരുന്നു ആ രാത്രിയിൽ അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ പണമുള്ളവരുടെ കണ്ണിൽ മനുഷ്യത്വത്തിന് വിലയില്ലെന്നും അവർ എല്ലാറ്റിനെയും പണം കൊണ്ട് മാത്രമേ അളക്കൂവെന്നും അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണീർ മണ്ണിലേക്ക് ഉറ്റി വീണു. എന്നാൽ തന്റെ ബന്ധുക്കൾ രാധികയെ അപമാനിക്കുന്നത് കണ്ട ആര്യൻ പെട്ടെന്ന് കടുത്ത ദേഷ്യത്തോടെ അവർക്ക് നേരെ തിരിഞ്ഞു. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറച്ചതും ഗാംഭീര്യമുള്ളതുമായ ശബ്ദത്തിൽ പറഞ്ഞു, എന്റെ ജീവൻ രക്ഷിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ഇനി ആരെങ്കിലും ഒരു വാക്ക് പോലും മോശമായി സംസാരിച്ചാൽ ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. അവൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്റെ കയ്യിൽ പണമോ പദവിയോ ഇല്ലായിരുന്നു. ഞാൻ ആരാണെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഒരു അന്യനായിരുന്നിട്ടും സ്വന്തം പട്ടിണി മാറ്റിവെച്ചാണ് അവൾ എനിക്ക് മരുന്നും ഭക്ഷണവും തന്നത്. പണം കൊണ്ട് അളക്കാൻ കഴിയുന്നതല്ല രാധികയുടെ ഈ മനസ്സ്. ആര്യന്റെ രൂക്ഷമായ മറുപടി കേട്ട് അമ്മായിയും മറ്റുള്ളവരും പെട്ടെന്ന് നിശബ്ദരായി. ആര്യന്റെ പിതാവ് മകനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അദ്ദേഹം രാധികയെയും അമ്മയെയും തങ്ങളോടൊപ്പം നഗരത്തിലേക്ക് വരാൻ ക്ഷണിച്ചു. മോളെ, നിങ്ങളുടെ ഈ ഉപകാരത്തിന് പകരമായി ഞങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല. എങ്കിലും നിങ്ങളുടെ അമ്മയുടെ ചികിത്സയും നിങ്ങളുടെ ബാക്കി ജീവിതവും ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദയവായി ഞങ്ങളോടൊപ്പം നഗരത്തിലേക്ക് വരണം, അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ രാധിക വളരെ വിനയത്തോടെ ആ ക്ഷണം നിരസിച്ചു. വേണ്ട സർ, മനുഷ്യത്വത്തിന് വിലയിടാൻ കഴിയില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്തത്. ഞങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയ ലോകത്ത് സന്തോഷവതികളാണ്, അവൾ പറഞ്ഞു. രാധികയുടെ ആത്മാഭിമാനം കണ്ടപ്പോൾ ആര്യൻ അവളോട് കൂടുതൽ ബഹുമാനം തോന്നി. അവൾ അവിടെ നിന്നും മടങ്ങാൻ ഒരുങ്ങിയപ്പോഴും ആര്യൻ തന്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, തന്റെ ജീവൻ രക്ഷിച്ച ഈ പെൺകുട്ടിയുടെ ജീവിതം താൻ എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന്. എന്നാൽ ആ വലിയ ധനിക കുടുംബത്തിലെ ചില അംഗങ്ങൾ രാധികയെ തങ്ങളുടെ അന്തസ്സിന് ഒരു ഭീഷണിയായി അപ്പോഴേക്കും കാണാൻ തുടങ്ങിയിരുന്നു. ആര്യനും കുടുംബവും നഗരത്തിലേക്ക് മടങ്ങിയതിനു ശേഷം രാധിക കരുതിയത് തന്റെ ജീവിതം പഴയതുപോലെ ശാന്തമാകുമെന്നാണ്. എന്നാൽ വിധി അവൾക്കായി കരുതി വെച്ചിരുന്നത് കനൽ വഴികളായിരുന്നു. ആര്യൻ പോയി കൃത്യം ഒരാഴ്ച തികഞ്ഞപ്പോൾ അവൻ വലിയൊരു ആഡംബര കാറുമായി വീണ്ടും ആ ഗ്രാമത്തിലെത്തി.
രാധികയുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായ വിവരം അറിഞ്ഞാണ് അവൻ വന്നത്. രാധിക അമ്മയുടെ ഈ രോഗം പൂർണ്ണമായി മാറണമെങ്കിൽ നഗരത്തിലെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ദയവായി എന്റെ അഭ്യർത്ഥന നിരസിക്കരുത്, ആര്യൻ സ്നേഹത്തോടെ നിർബന്ധിച്ചു. അമ്മയുടെ ജീവനേക്കാൾ വലുതായി രാധികക്ക് മറ്റൊന്നും ഇല്ലായിരുന്നു. ഒടുവിൽ അമ്മയുടെ ആവശ്യത്തിനായി മാത്രം അവൾ ആര്യന്റെ ക്ഷണത്തിന് സമ്മതം മൂളി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കകം രാധികയും അവളുടെ അമ്മയും നഗരത്തിലെ ആര്യന്റെ കൊട്ടാരം പോലുള്ള വലിയ ബംഗ്ലാവിലെത്തി. അത്രയും വലിയൊരു ആഡംബര ലോകം രാധിക തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മതിൽ കെട്ടുകളും തിളങ്ങുന്ന മാർബിൾ തറകളും വലിയ അലങ്കാര വിളക്കുകളും അവളെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ആ വലിയ കൊട്ടാരത്തിൽ അവളെയോ അമ്മയോ സ്വീകരിക്കാൻ അവിടുത്തെ അന്തേവാസികൾക്ക് താല്പര്യമില്ലായിരുന്നു. അവിടെ അവരെ വരവേറ്റത് സ്നേഹമായിരുന്നില്ല, മറിച്ച് അന്യവൽക്കരണവും തീരാത്ത പുച്ഛവുമായിരുന്നു. ആര്യന്റെ അമ്മയും അമ്മായും മറ്റു ചില ബന്ധുക്കളും രാധികയെ നോക്കിയത് തങ്ങളുടെ ആഡംബര ലോകത്തേക്ക് വഴിതെറ്റി വന്ന ഒരു അഴുക്കായാണ്. ആദ്യത്തെ ദിവസം രാത്രി ഭക്ഷണത്തിന്റെ സമയത്ത് തന്നെ ആ അവഗണന പരസ്യമായി പുറത്തു വന്നു. പ്ലേറ്റുകളിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയപ്പോൾ രാധികയെയും അമ്മയെയും അവർ അങ്ങോട്ട് അടുപ്പിച്ചതേയില്ല. ആര്യൻ അത് ചോദ്യം ചെയ്തപ്പോൾ അമ്മായി പരിഹാസത്തോടെ പറഞ്ഞു, മോനെ, പൂവിറ്റ് നടക്കുന്ന ഇവർക്ക് ഇത്രയും വലിയ ആളുകൾക്കിടയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അറിയില്ല. ഇവർക്ക് വേലക്കാർക്കൊപ്പം അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നതാണ് കൂടുതൽ ശീലം. ചുറ്റുമുണ്ടായിരുന്ന ചില ബന്ധുക്കൾ അത് കേട്ട് അട്ടഹസിച്ച് ചിരിച്ചു. രാധികയുടെ മുഖം നാണക്കേടും വിഷമവും കൊണ്ട് ചുവന്നു തുടുത്തു. ആര്യൻ ആ വാക്കുകളെ ശക്തമായി എതിർക്കുകയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാധികയെ തന്റെ അരികിലിരുത്തുകയും ചെയ്തു. എങ്കിലും ആ വീട്ടിലെ ജീവിതം തനിക്കത്ര എളുപ്പമാകില്ലെന്ന് രാധികക്ക് മനസ്സിലായി. ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവരുടെ ക്രൂരതകൾ വർദ്ധിച്ചതേയുള്ളൂ. ആര്യൻ വീട്ടിൽ ഇല്ലാത്ത സമയങ്ങളിലെല്ലാം അവർ രാധികയെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു. അവൾ ധരിക്കുന്ന ലളിതമായ വസ്ത്രങ്ങളെയും അവളുടെ ഗ്രാമീണ സംസാര ശൈലിയെയും അവർ നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വീട്ടിൽ വലിയ ചില ധനികരായ അതിഥികൾ വന്നപ്പോൾ അമ്മായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാധികയെ വേലക്കാരി എന്ന് വിളിച്ച് അപമാനിച്ചു. ചിലർ ഭാഗ്യം കൊണ്ട് വലിയ വീടുകളുടെ പടിവാതിൽ വരെ എത്തും, എന്നാൽ അവരുടെ യഥാർത്ഥ സ്ഥാനം എപ്പോഴും തെരുവിലാണ് എന്ന് അവർ ഉറക്കെ പറഞ്ഞു. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. എങ്കിലും രാധികയുടെ കണ്ണിലെ ആ സങ്കടം കാണുമ്പോൾ ആര്യന്റെ ഹൃദയം അസ്വസ്ഥമാകുമായിരുന്നു. രാധികയോട് തനിക്ക് സ്നേഹമായിരുന്നുവെന്ന് ആര്യൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ആ ദിവസങ്ങളിലായിരുന്നു. ആര്യന് രാധികയോടുള്ള പ്രണയവും കരുതലും വർദ്ധിച്ചു വരുന്നത് അവന്റെ അമ്മക്കും അമ്മായിക്കും ഒട്ടും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പാവപ്പെട്ട ഒരു പൂക്കാരി തങ്ങളുടെ കുടുംബത്തിലെ മരുമകളായി വരുന്നത് തങ്ങളുടെ പദവിക്ക് ചേരുന്നതല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ രാധികയെ ആ വീട്ടിൽ നിന്നും ആര്യന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാൻ അവർ ഒരു ക്രൂരമായ ചതി ആസൂത്രണം ചെയ്തു. ഒരു ദിവസം വീട്ടിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അപൂർവമായ ഒരു വജ്രമാല പെട്ടെന്ന് കാണാതെയായി. വലിയ ബഹളമായി മാറി. ആര്യന്റെ അമ്മായി ഉടൻ തന്നെ പരസ്യമായി കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. ദാരിദ്ര്യം കണ്ടു ശീലിച്ച ഇവൾക്കല്ലാതെ മറ്റാർക്കാണ് ഈ വജ്രമാല മോഷ്ടിക്കാൻ തോന്നുക എന്നവർ ഉറക്കെ ചോദിച്ചു. എല്ലാ വിരലുകളും രാധികക്ക് നേരെ തിരിഞ്ഞു. തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരുടെയും ഒരു പൈസ പോലും മോഹിച്ചിട്ടില്ലാത്ത രാധിക ആ വലിയ വീട്ടിൽ വെച്ച് കള്ളിയായി മുദ്ര കുത്തപ്പെടുമ്പോൾ മാനസികമായി പൂർണ്ണമായും തകർന്നു പോയി. അവളുടെ അമ്മ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബന്ധുക്കൾ അവളെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആര്യൻ കൃത്യസമയത്ത് അവിടേക്കെത്തി. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് രാധികയെ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൾ അങ്ങനെ ചെയ്യില്ല. സത്യം പുറത്തു വരുന്നത് വരെ ആരും അവളെ ഒരു വാക്ക് പോലും പറയില്ല. ആര്യന്റെ കർശനമായ നിലപാടിനെ തുടർന്ന് ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ വീട് മുഴുവൻ വിശദമായി പരിശോധിക്കാൻ അവൻ ഉത്തരവിട്ടു. കുറച്ച് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ആ വജ്രമാല കണ്ടെത്തിയത് രാധികയുടെ മുറിയിൽ നിന്നായിരുന്നില്ല, മറിച്ച് ചതി ആസൂത്രണം ചെയ്ത അമ്മായിയുടെ സ്വന്തം കിടപ്പുമുറിയിലെ രഹസ്യ അറയിൽ നിന്നായിരുന്നു. രാധികയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അവർ ചെയ്ത നാടകമായിരുന്നു ഇതെന്ന് എല്ലാവർക്കും ബോധ്യമായി. ചതി പുറത്തു വന്നിട്ടും ആരും രാധികയോട് മാപ്പ് പറയാൻ തയ്യാറായില്ല. എങ്കിലും ആര്യന്റെ പിന്തുണ രാധികക്ക് വലിയൊരു ആശ്വാസമായി മാറി. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും അവളുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായിക്കൊണ്ടിരുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ രാധിക ആശുപത്രിയും വീടും തമ്മിൽ നിരന്തരം ഓടുകയായിരുന്നു. ആര്യൻ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ട് മികച്ച ഡോക്ടർമാരുടെ ചികിത്സ ഉറപ്പാക്കി. എന്നാൽ ഇതേ സമയം മൽഹോത്ര ഗ്രൂപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയായിരുന്നു. ഗ്രാമീണ മേഖലയും കർഷകരെയും ലക്ഷ്യമിട്ടുള്ള അവരുടെ കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ പ്രൊജക്ട് പെട്ടെന്ന് തടസ്സപ്പെട്ടു. കമ്പനി വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലെത്തി. പ്രശസ്തരായ ബിസിനസ് വിദഗ്ധർ ദിവസങ്ങളോളം മീറ്റിംഗുകൾ നടത്തിയിട്ടും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം വൈകുന്നേരം ആര്യനും പിതാവും ഈ വലിയ
വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വീട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. യാദൃശികമായി രാധിക ആ സംസാരം കേൾക്കാനിടയായി. നഗരത്തിലെ വലിയ മുറികളിൽ ഇരുന്ന് ചിന്തിക്കുന്ന വിദഗ്ധർക്ക് ഗ്രാമത്തിലെ സാധാരണക്കാരായ കർഷകരുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ വളരെ മടിയോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് തന്റെ ഒരു ചെറിയ അഭിപ്രായം പങ്കുവച്ചു. ഒരു പൂക്കാരിക്ക് ബിസിനസിനെ കുറിച്ച് എന്ത് പറയാനാണെന്ന് കരുതി ആദ്യം അവർ അവളെ അവഗണിക്കാൻ നോക്കിയെങ്കിലും ആര്യന്റെ നിർബന്ധപ്രകാരം അവൾ അത് വിശദീകരിച്ചു. ഗ്രാമത്തിലെ പൂന്തോട്ടങ്ങളും കർഷകരുടെ ആവശ്യങ്ങളും മുന്നിൽ നിർത്തി പ്രൊജക്റ്റിലെ പിഴവുകൾ അവൾ വളരെ ലളിതമായി ചൂണ്ടിക്കാണിച്ചു. അവളുടെ അസാധാരണമായ ആ ചിന്തയും പ്രായോഗിക ബുദ്ധിയും കേട്ട് ആര്യന്റെ പിതാവ് അത്ഭുതപ്പെട്ടു പോയി. വലിയ ബിസിനസ് സ്കൂളുകളിൽ പഠിച്ചവർക്ക് പോലും തോന്നാത്ത ഒരു മികച്ച പരിഹാരമായിരുന്നു അത്. മറ്റുള്ളവരുടെ എതിർപ്പുകളെ അവഗണിച്ച് ആര്യന്റെ പിതാവ് രാധികയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കമ്പനിയുടെ പുതിയ തന്ത്രങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചത്. തകർച്ചയിലായിരുന്ന ആ പ്രൊജക്ട് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. കമ്പനിക്കുണ്ടായേക്കാമായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം രാധികയുടെ ഒരൊറ്റ മാറ്റം കൊണ്ട് ഇല്ലാതെയായി. തങ്ങൾ വേലക്കാരി എന്ന് വിളിച്ച് കളിയാക്കിയ പെൺകുട്ടിയുടെ ഉള്ളിൽ എത്ര വലിയ അറിവാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആ കുടുംബം തിരിച്ചറിയാൻ തുടങ്ങി. വലിയ ബിസിനസ് വിദഗ്ധർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് വെറും ഒരു പൂക്കാരി എന്ന് വിളിച്ച് തങ്ങൾ ആക്ഷേപിച്ച പെൺകുട്ടി ചെയ്തതെന്ന് പലരും അടക്കം പറഞ്ഞു. ഇതേ സമയം തന്നെ ആശുപത്രിയിൽ നിന്നും മറ്റൊരു സന്തോഷ വാർത്തയും രാധികയെ തേടിയെത്തി. ഡോക്ടറുടെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ അവളുടെ അമ്മയുടെ ആരോഗ്യവും പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടു. അമ്മ സുഖം പ്രാപിച്ചതോടെ രാധികയുടെ മനസ്സിലെ വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞു പോയത്. തൊട്ടടുത്ത ദിവസം മൽഹോത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുകയായിരുന്നു. രാജ്യത്തെ പ്രമുഖ വ്യവസായികളും നിക്ഷേപകരും വൻകിട മാധ്യമ പ്രവർത്തകരും ആ വലിയ ഹാളിൽ ഒത്തുകൂടിയിരുന്നു. കമ്പനിയുടെ ഈ വിജയത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. മീറ്റിംഗ് ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ആര്യന്റെ പിതാവ് വേദിയിലേക്ക് നടന്നു ചെന്നു. മൈക്കിലൂടെ അദ്ദേഹം വികാരധീനനായി സംസാരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കമ്പനിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ നിന്നും കോടികളുടെ നഷ്ടത്തിൽ നിന്നും രക്ഷിച്ചത് വിദേശത്ത് പോയി പഠിച്ച ഏതെങ്കിലും വലിയ ബിസിനസ് ഉദ്യോഗസ്ഥരല്ല. അത് ദാ ഇവിടെ നിൽക്കുന്ന രാധിക എന്നീ പെൺകുട്ടിയാണ്. അവൾ തന്റെ പ്രായോഗിക ബുദ്ധി കൊണ്ടാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഹാളിൽ വലിയ കയ്യടി ഉയർന്നു. മാധ്യമങ്ങളുടെ തിളങ്ങുന്ന ക്യാമറ കണ്ണുകൾ മുഴുവൻ വിനയത്തോടെ തല താഴ്ത്തി നിന്ന് രാധികക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ ആര്യന്റെ പിതാവ് അവിടെയും നിർത്തിയില്ല. അദ്ദേഹം സദസ്സിലിരുന്ന രാധികയുടെ അരികിലേക്ക് നടന്നു ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾക്ക് നേരെ കൈകൂപ്പി. മോളെ, എന്റെ മകൻ ചോരയൊലിപ്പിച്ച് വഴിയിൽ കിടന്നപ്പോൾ ഞങ്ങളുടെ കോടികളുടെ സ്വത്തിന് അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിന്റെ മനുഷ്യത്വമാണ് അവന് പുനർജന്മം നൽകിയത്. ഈ നഗരത്തിലെ വലിയ വീട്ടിൽ വെച്ച് എന്റെ കുടുംബത്തിലെ ചിലർ നിന്നെ കള്ളിയെന്നും വേലക്കാരി എന്നും വിളിച്ച് ആക്ഷേപിച്ചു. അതിനെല്ലാം ഈ അച്ഛൻ നിന്നോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. നീയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ യഥാർത്ഥ അന്തസ്. രാജ്യത്തെ ഏറ്റവും വലിയ ധനികൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് ആ ഹാൾ മുഴുവൻ ഞെട്ടിപ്പോയി. അവിടെ കനത്ത നിശബ്ദത പടർന്നു. സദസ്സിന്റെ ഒരു മൂലയിലിരുന്ന ആര്യന്റെ അമ്മയുടെയും അമ്മായുടെയും തലകൾ അഹങ്കാരം തകർന്ന് ലജ്ജയോടെ താഴേക്ക് കുനിഞ്ഞു. തങ്ങൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് അവർ സ്വയം ശപിച്ചു. മീറ്റിംഗിന് ശേഷം ആര്യന്റെ അമ്മ കരഞ്ഞുകൊണ്ട് രാധികയുടെ അരികിലെത്തി അവളുടെ കൈകൾ പിടിച്ചു. മോളെ, പണം കൊണ്ടാണ് മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നതെന്ന് കരുതിയ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിന്റെ വലിയ മനസ്സുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അവർ വിതുമ്പി. ആരോടും വെറുപ്പ് കാത്തു സൂക്ഷിക്കാത്ത രാധിക അവരെ പൂർണ്ണ മനസ്സോടെ കെട്ടിപ്പിടിച്ച് ക്ഷമിച്ചു. അപ്പോഴാണ് ആര്യൻ വേദിയിലേക്ക് കടന്നു വന്നത്. അവൻ രാധികയുടെ മുന്നിൽ വന്ന് എല്ലാവരും നോക്കി നിൽക്കെ ഒരു കാൽമുട്ടിൽ ഇരുന്ന് തിളങ്ങുന്ന ഒരു വജ്രമോതിരം അവൾക്ക് നേരെ നീട്ടി. രാധിക, അന്നാ രാത്രിയിൽ നീ എന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ തന്നെ എന്റെ ഈ ഹൃദയവും നീ എടുത്തു കഴിഞ്ഞിരുന്നു. ഈ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് അവൻ പ്രണയത്തോടെ ചോദിച്ചു. രാധിക അത്ഭുതത്തോടെ തന്റെ അമ്മയെ നോക്കി. അമ്മയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ നിറഞ്ഞു. അമ്മ പതുക്കെ തലയാട്ടി സമ്മതം മൂളിയതോടെ മുഖത്ത് വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയോടെ രാധിക തന്റെ കൈ ആര്യന് നൽകി. ആ ഹാൾ മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. ആര്യന്റെ പ്രണയ അഭ്യർത്ഥന രാധിക സ്വീകരിച്ചതോടെ ആ വലിയ ഹാളിൽ വീണ്ടും കയ്യടികൾ മുഴങ്ങി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവർക്കുമായി വലിയൊരു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ആ കല്യാണം വെറും ഒരു വിവാഹമായിരുന്നില്ല, മറിച്ച് പണത്തിന്റെ വലിയ ലോകവും നന്മയുടെ ലളിതമായ ലോകവും തമ്മിലുള്ള കൂടിച്ചേരലായിരുന്നു. വിവാഹ ദിവസം രാധികയുടെ ആ പഴയ ഗ്രാമം മുഴുവൻ വർണ്ണ വിളക്കുകളാൽ പ്രകാശിച്ചു. തങ്ങൾ പൂവിറ്റ് നടക്കുന്നത് കണ്ട തങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടി ഇന്നൊരു വലിയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി മാറുന്നത് കണ്ട് ഗ്രാമവാസികൾ എല്ലാവരും ഒരേപോലെ അഭിമാനത്തോടെ സന്തോഷിക്കണ്ണീർ വാർത്തു. രാധികയുടെ അമ്മ തന്റെ മകളെ വധുവായി കണ്ട് സ്നേഹത്തോടെ അനുഗ്രഹിച്ചു. വിവാഹ
ശേഷം ആര്യൻ ആ ഗ്രാമത്തിൽ വലിയൊരു അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിച്ചു നൽകി. ഇനി ആ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ടവനും പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ കിട്ടാതെ കഷ്ടപ്പെടരുതെന്ന് രാധികക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. ആ വലിയ ആശുപത്രിക്ക് രാധികയുടെ അമ്മയുടെ പേരാണ് അവർ നൽകിയത്. അത് കണ്ട ഗ്രാമവാസികളുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു. ഇത്രയും വലിയ പണക്കാരായി മാറിയിട്ടും രാധിക തന്റെ ഉള്ളിലെ ലാളിത്യം ഒട്ടും കൈവിട്ടില്ല. അവൾ പഴയതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറി. ആര്യനും രാധികയും ചേർന്ന് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ദരിദ്രരുടെ ചികിത്സക്കുമായി തങ്ങളുടെ സ്വത്തിന്റെ വലിയൊരു പങ്ക് മാറ്റിവെച്ചു. പണം ഒരു മനുഷ്യനെ ഭൗതികമായി ധനികനാക്കിയേക്കാം, എന്നാൽ മനുഷ്യത്വം മാത്രമാണ് അവനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. രാധികയുടെ ജീവിതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം അതുതന്നെയായിരുന്നു.